ഫ്രണ്ട്സ്, ലിഥാസ് ഫുഡ് വേൾഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് നെയ്യിൽ വറുത്തിട്ടാണ് ഞാൻ റൈസ് തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി മീഡിയം പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് മാറിനേറ്റ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ബസ്മതി റൈസ് ഞാനിവിടെ 5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഒന്ന് 2 വട്ടം കഴുകി വെള്ളമൊഴിച്ച് കുതിർത്താനായിട്ട് വെക്കാം നമുക്കൊരു അരമണിക്കൂർ. അപ്പം ഞാൻ ആദ്യം അരി കഴുകി കുതിരാൻ വെക്കട്ടെ. അപ്പോൾ നമ്മുടെ അരി ഞാൻ നന്നായി കഴുകി ഇതുപോലെ ഇങ്ങനെ അരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന ലെവലിൽ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ടും വെക്കാം. അപ്പോൾ നമുക്കൊരു വലിയ ബൗളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളിടാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കൈകൊണ്ട് തന്നെ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആവശ്യമുണ്ട്. ഞാനത് പറയാൻ മറന്നുപോയി. അതുകൂടി ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇത് അടപ്പൊക്കെ തുറന്ന് വറുത്തെടുക്കാം. ഞാനതിനായിട്ടൊരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിലൊഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്ന ബസ്മതി അരി ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നന്നായി പോയതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ചിക്കൻ വറുത്തെടുക്കാം. അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ അങ്ങനെ ഡീപ്പ് ഫ്രൈ ആകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ദമ്മിടുമ്പോൾ ബാക്കിയും കൂടി നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പം നമുക്കങ്ങനെ ഒരു 1/4 ഭാഗം വേവിൽ ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ബാക്കിയുള്ള ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിരിക്കുന്ന ചിക്കൻ്റെ മസാല നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. ഇതിനാവശ്യമായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 വലിയ സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 2 പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 4 പച്ചമുളക് 2ആയി കീറിയത്, 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാൻ 1 പിടി കാഷ്നട്ട് 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ ഇവിടെ കുതിരാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഈ വെള്ളത്തോട് കൂടി തന്നെ ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി കൂട്ടി നമുക്കിത് രണ്ടും കൂടി ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ഫ്രൈങ് പാനിൽ
നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മളിപ്പോൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അതൊരു പാനിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കൻ വറുത്തപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റാം. നമ്മുടെ സവോളയൊക്കെ ഒരുവിധം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് ഡ്രൈ ആകട്ടെ. ഇപ്പോൾ നമുക്ക് മറ്റൊരടുപ്പിലേക്ക് നമ്മുടെ റൈസ് വേകാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിനാവശ്യമായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വാരി വെച്ചിരിക്കുന്ന 5 കപ്പ് ബസ്മതി അരി, പിന്നെ 2 ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു വലിയ സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് സ്പൈസസ് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളക്, 12 ഏലക്കായ, 12 ഗ്രാമ്പു, ഒരു വലിയ പീസ് കറുവപ്പട്ട ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്, പിന്നെ 4 ടേബിൾ സ്പൂൺ നെയ്യ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 നുള്ള് മഞ്ഞൾപ്പൊടി. നമ്മളിതിലേക്ക് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 4-5 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ്, പിന്നെ ചൂടുവെള്ളം നമ്മൾ 5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിന് 9 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിത് വെള്ളം ഊറ്റിക്കളഞ്ഞല്ല ചെയ്യുന്നത്, നമ്മൾ വെള്ളം വറ്റിച്ചാണ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് പുതിനയില മല്ലിയില ഒന്നും ചേർക്കുന്നില്ല. അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് റൈസ് വേകാനായി വെക്കാം. നമ്മുടെ ബസ്മതി റൈസ് വേവിക്കുന്ന നേരത്ത് അതിങ്ങനെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി നമുക്കതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു കടായി അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി ചൂടാകട്ടെ. നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയും നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ഇളക്കി കൊടുക്കാം. തീ ഇപ്പോൾ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, ഇത് കരിഞ്ഞു പോകും. എല്ലാം പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം നമുക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ അരിയിട്ട് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആ കുതിർന്ന ആ പരുവെല്ലാം മാറി അരിക്ക് നല്ലൊരു ബലം വന്ന ആ ഒരു ലെവലിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
നന്നായി ഒന്ന് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 4-5 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. മതിയാകും. നമുക്കൊരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി റൈസിന് ആവശ്യമായിരിക്കുന്ന ഉപ്പിടാം. എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് റൈസ് ഒരു 3/4 വേവിൽ നമുക്ക് തീ ഓഫ് ചെയ്യണം. ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ അതിലിരുന്ന് വേകും. അതുകൊണ്ട് ഒരുപാട് കുഴഞ്ഞു പോകരുത്. ഒരു 70-75% ആകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം നന്നായി ഇവിടെ വഴന്നിട്ടുണ്ട്. നമുക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ആകട്ടെ. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ട് തേങ്ങ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് അതിനാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയിൽ ചിക്കനെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മുടെ റൈസ് ഇവിടെ ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദമ്മിടുമ്പം അതിലെ ഓരോ ലെയറിലും ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് കിസ്മിസും കാഷ്നട്ടും സവോളയും ഒന്ന് വറുത്ത് കോരാം. നെയ്യിൽ വറുത്ത് കോരിയെടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടിയത് അത്രയും വെച്ച് നമുക്ക് എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതൊരു 1/2 കപ്പ് കാഷ്നട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കിസ്മിസും 2 വലിയ സവോളയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഇട്ടൊന്ന് വറുത്ത് കോരാം. നമ്മുടെ കാഷ്നട്ട് നമുക്ക് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് കിസ്മിസും കൂടി വറുത്ത് കോരാം. അപ്പം നമ്മുടെ കിസ്മിസും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവോള പകുതി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അതിനാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇത് മാറ്റാം.
നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് സൈഡായിട്ട് കൂട്ടാനായിട്ടുള്ള സാലഡും കൂടി ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു നന്നായി പഴുത്ത തക്കാളിയും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് ഞെരടി മയപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. നന്നായി മിക്സായിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത തൈര് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി നമുക്ക് മിക്സാക്കാം. അപ്പോൾ തൈര് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ഒന്ന് നോക്കണം, കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മുടെ ബിരിയാണി നമുക്കിനി ദം ചെയ്തെടുക്കാം. അതിനായി ഞാനിതുപോലെ ഒരു വലിയ കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്ന് നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം, ഒരു ലെയർ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു 1/4 വേവിൽ എടുത്തു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്നട്ടും ഒനിയനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുതിനയില മല്ലിയിലയൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കനും റൈസും തീരുന്നത് വരെ ഇതുപോലെ നമുക്ക് ഇടവിട്ട് ഇത് ലെയർ ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇങ്ങനെ റൈസും ചിക്കനും പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്നട്ടും ഒനിയനും എല്ലാം ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മൈദ വെച്ച് അടച്ചല്ല ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഇതുപോലെ ഇതിൻ്റെ തന്നെ അടപ്പ്, ഗ്ലാസിൻ്റെ അടപ്പാണിത്. അതിൽ ഞാനിതുപോലെ തന്നെ അലുമിനിയം ഫോയിൽ ഇതുപോലെ നന്നായി കവർ ചെയ്ത് ആവി പുറത്ത് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇതാണ് ഞാൻ അടച്ച് വെച്ച് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വെക്കാം. അതിനുശേഷം തീ കത്തിച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്ത് ദം ചെയ്യാം. നമുക്ക് തീ കത്തിക്കാം. അപ്പം നമ്മുടെ ബിരിയാണി ദം ഇടാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാലഡ് വിളമ്പാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദം ബിരിയാണിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ മല്ലിച്ചപ്പും പുതിനയിലൊക്കെ വേണ്ടുന്നവർക്ക് അതെല്ലാം നേരെ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പം നമ്മുടെ കേരള സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.